അത് ഒരാളെ കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചു. അവരും വലിയ ഉത്കണ്ഠയിലാണ്. ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന സംവിധാനങ്ങളിൽ അവർ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാറി താമസിക്കുന്ന ആളുകളുണ്ട്. അവരുടെ വീടുകളിലേക്ക് എത്താനുള്ള സാഹചര്യം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കും. ജില്ലാ ഭരണകൂടവും അതുപോലെ ഇവിടെ ക്യാമ്പ് ചെയ്ത മന്ത്രിമാരും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. ഏകോപനത്തിൻ്റെ നിർവചനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ സംഭവം അറിഞ്ഞപ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഹെലികോപ്റ്ററിൽ ഇങ്ങോട്ടെത്തി. ഇവിടുത്തെ ജനപ്രതിനിധികൾ MLA മാരും മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആളുകളും ജില്ലാ കളക്ടറും ADM-ഉം എല്ലാവരും എത്തി. ദുരന്ത നിവാരണ സേന എത്തി. റെസ്ക്യൂ ഓപ്പറേഷൻസ് പരമാവധി ചെയ്തു. കാണാതായ ആളുകളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി. ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ മൃതശരീരങ്ങൾ ആവശ്യമായ നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടം, എംബാം ഇങ്ങനെയൊക്കെ ചെയ്ത് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ചെയ്തു. ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തി. ഇതൊക്കെയാണ് ഏകോപനമെങ്കിൽ ഏകോപനം. അല്ലല്ല, അതിനെ സംബന്ധിച്ച് നിങ്ങൾ കമ്പനിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയോ ആർഗ്യാനല്ല. ഈ കാര്യത്തിൽ പരിസ്ഥിതി പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ചെയ്യേണ്ട പഠനങ്ങൾ, എടുക്കേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഗവൺമെൻറ് പരിശോധിക്കും എന്ന് തന്നെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്തിയ മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. ഇത് അത്തരത്തിൽ അന്വേഷണ വിധേയമാണ്. തുരങ്കപാതയ്ക്കെതിരെ നേരത്തെ വലിയ കോടതിയിൽ നിന്നൊക്കെ കോടതിയിലേക്ക് സമീപിച്ച സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അന്ന് പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ശ്രമം നടത്തിയെന്ന് പ്രകൃതി സംരക്ഷണ സമിതി അടക്കം വിമർശനമായിട്ട് പറഞ്ഞത്, ഹർജിയും വന്നതാണ്. അപ്പം അങ്ങനെ ഒരു വിമർശനത്തെ ആവശ്യമായ മുൻകരുതലുകൾ, പരിസ്ഥിതി പ്രാധാന്യം വയനാടിൻ്റെ എല്ലാവർക്കും അറിയാം. വയനാടിൻ്റെ മണ്ണിൻ്റെ ഘടനയെക്കുറിച്ച് ഞാൻ കുറച്ച് നാൾ വയനാട്ടിൽ കൃഷിപ്പണി എടുത്ത ആളാണ്. ഇവരൊക്കെ എന്നേക്കാൾ പരിചിതരാണ്. വയനാടിൻ്റെ ചേർന്ന് നടക്കുന്ന ജില്ലയിൽ നിന്നുള്ള ചേർന്ന് നടക്കുന്ന പ്രദേശത്തെ MLA. വയനാടിൻ്റെ ലാൻഡ് എത്രയോ എക്കോളജിക്കലി ഫ്രജൈലാണ് എന്നെല്ലാവർക്കും അറിയാം. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഏത് കാര്യങ്ങൾക്കും വേണ്ടത്.